ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. 2 തിമോഥെയോസ് അധ്യായം 1 വാക്യം 16. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫൊറോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 തിമോഥെയോസ് 1:16 പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തിമോഥെയോസിനെ ഓർപ്പിക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യൻ്റെ പേരാണ് ഒനേസിഫൊറോസ്. ഈ മനുഷ്യൻ പലപ്പോഴും പൗലോസിനെ പല തരത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. നാം ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ എന്നെങ്കിലും ആ വ്യക്തി തിരിച്ച് ആ സഹായം ഓർക്കുമെന്ന് മറന്നു പോകരുത്. ഇവിടെ ഒനേസിഫൊറോസ് എന്ന പൗലോസിൻ്റെ സഹപ്രവർത്തകൻ അഥവാ സഹശുശ്രൂഷകൻ പലപ്പോഴും അദ്ദേഹത്തിന് ചെയ്ത നന്മകളെ പൗലോസ് ഓർക്കുകയാണ്. മാത്രമല്ല, പൗലോസിൻ്റെ സഹശുശ്രൂഷകനായ തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകൾ എപ്പോഴും സ്മരിക്കപ്പെടും. അതൊരിക്കലും മറന്നു പോകയില്ല. മനുഷ്യർ ഒരുപക്ഷെ മറന്നാലും ദൈവം ഒരിക്കലും അത് മറക്കുകയില്ല. ഇവിടെ ഒനേസിഫൊറോസ് പൗലോസിന് ചെയ്ത ആ നന്മ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും എന്നെ ഒനേസിഫൊറോസ് തണുപ്പിച്ചു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ യുദ്ധസേവയിലായിരുന്നു, പലപ്പോഴും ജയിലിലായി, അതുപോലെ വളരെയധികം പീഡനങ്ങൾ സഹിച്ചു. അടിയും ഇടിയും അതുപോലെ പലതരത്തിലുള്ള മർദ്ദനങ്ങൾ, പല പ്രാവശ്യം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ യുദ്ധ സേവയിലായിരുന്ന ഈ പൗലോസിനെ പലപ്പോഴും ഒനേസിഫൊറോസ് സന്ദർശിച്ച് തണുപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 ഉദാഹരണങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു. 2 തിമോഥെയോസ് 1:17 റോമയിൽ പൗലോസ് ആയിരുന്നപ്പോൾ, അഥവാ അവൻ ചങ്ങലധാരിയായി അവിടെ ആയിരിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് ലജ്ജിക്കാതെ അവനെ താല്പര്യത്തോടെ അന്വേഷിച്ച് എന്ന് കണ്ടെത്തി അവനെ തണുപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും 2 തിമോഥെയോസ് 1:18 എഫേസോസിൽ വച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞ നാളുകളിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത ഒനേസിഫൊറോസിനെ പൗലോസ് ഓർക്കുന്നതാണ്. വെറുതെ ഓർക്കുകയല്ല, മറ്റൊരു വ്യക്തിയോട് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവനെ പ്രശംസിക്കുകയാണ്. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകൾ അതൊരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. അത് മനുഷ്യർ എപ്പോഴെങ്കിലും ഇതുപോലെ ഓർക്കുവാനിടയാവും. മാത്രമല്ല, അവരിലൂടെ നമുക്കൊരനുഗ്രഹവും ലഭിക്കുവാനിടയാകും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് ഒനേസിഫൊറോസിൻ്റെ കുടുംബത്തിന് കരുണ നൽകുമാറാകട്ടെ എന്ന്. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ആശംസയാണ്, ഒരു സഹായത്തിനുള്ള, ഒരു നന്മയ്ക്കുള്ള പ്രതിഫലം. അത് നാം ചെയ്യുന്ന ഓരോ നന്മയും ഓരോ വിത്തുകളാണ്. അത് എന്നെങ്കിലും കിളിർക്കും, അത് ഒരു ഫലമായി തീരും. ഇവിടെ ഒനേസിഫൊറോസ് പല പ്രാവശ്യം പൗലോസ് അപ്പോസ്തലനെ സമാശ്വസിപ്പിച്ചു, അഥവാ തണുപ്പിച്ചു. റോമയിലും എഫേസോസിലൊക്കെ അവനെ അന്വേഷിച്ച് ചെന്ന് അവന് പലതരത്തിലുള്ള ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട്
പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുന്നത്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ, അവനോട് കരുണ ചെയ്യട്ടെ, അവൻ്റെ കുടുംബത്തിന് നന്മ ചെയ്യട്ടെ എന്നാണ്. അതെ, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയ്ക്കൊരു പ്രതിഫലമുണ്ട്. ആമേൻ, ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ